let us go to another method for measuring the elasticity of demand or price elasticity of demand. ഒരു കാര്യം കൂടി ഓർക്കുക, whenever we speak elasticity of demand here, we mean the price elasticity of demand. Okay? Elasticity of demand മൂന്ന് തരത്തിൽ പ്രധാനമായിട്ടും ഉണ്ട്. പക്ഷെ അത് ആസ് എ സ്റ്റുഡൻസ് ഓഫ് +2 you need not study that elaborate topic. ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അങ്ങനെ മൂന്ന് തരം ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പഠിക്കാനുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മാത്രമാണ്. സോ എവിടെയെങ്കിലും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതുതരം ഇലാസ്റ്റിസിറ്റിയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തന്നെയാണ് എന്നുള്ളതാണ്. അതേപോലെ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കൺസെപ്റ്റ് ഇക്കണോമിക്സിൽ കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. അറിയാമല്ലോ, he was the first person who modified the term political economy into economics. Okay. The second method for measuring elasticity is called the measurement of elasticity on a linear demand curve. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. നമുക്കറിയാം ഒരു ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുൻപത്തെ ക്ലാസ്സിൽ. ഒന്ന് ഓർക്കാൻ കഴിയുമോ? ഒന്ന് പറയാമോ? പറയൂ. റൈറ്റ്, ദാറ്റ് ഈസ് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു A മൈനസ് B ഇൻറ്റു P. ഇവിടെ and what Q represents the quantity demanded of the commodity. That means demand. And what is P? The price, സാധനത്തിൻ്റെ വില. And what is A? The vertical intercept. അല്ലേ, A എന്ന് പറയുന്നത് vertical intercept ആണ്. And what is minus B? And minus B is the slope. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഒരു യൂണിറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം അത് കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഏത് ടേമാണ് എന്നുള്ളത് പറയാമോ? ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു യൂണിറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഡിമാൻഡിൽ എത്രമാത്രം ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അളക്കാൻ വേണ്ടിയുള്ള ഒരു ടേം ഇവിടെ ഏതാണ് പറയാമോ? കറക്റ്റാണ്. ദാറ്റ് ഈസ് സ്ലോപ്പ്. ആൻഡ് വാട്ട് ഈസ് ദ സ്ലോപ്പ് ഹിയർ? മൈനസ് ബി. സോ ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് നമുക്ക് എഴുതാം. Okay, this is the second equation. What is delta Q by delta P? Slope of the demand curve. അപ്പോൾ slope of the demand curve എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി ആയിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊപ്പോർഷണേറ്റ് മെത്തേഡിൽ ഒരു ഫൈനൽ ഇക്വേഷൻ പഠിച്ചിരുന്നുവല്ലോ. എന്തായിരുന്നു അത് എന്ന് പറയാമല്ലോ? എന്തായിരുന്നു അത്? ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു കമ്പ്യൂട്ട് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അക്കോർഡിംഗ് ടു വിച്ച് മെത്തേഡ്? ദ പ്രൊപ്പോർഷണേറ്റ് മെത്തേഡ് ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. റൈറ്റ്, ഇതിനെ നമുക്ക് തേർഡ് ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. തേർഡ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? സെക്കൻഡ് ഇക്വേഷൻ നമ്മളൊന്ന് ചേർക്കാൻ പോകുന്നു. ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും എന്നുള്ളത് നോക്കി. ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P എന്ന് പറയുന്നത് മൈനസ് ബിക്ക് തുല്യമാണ്. സോ മൈനസ് ബി ഇൻറ്റു P ബൈ Q എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു P ബൈ Q എന്ന് നമുക്ക് എഴുതാം.
ഈ മൈനസ് ബി എവിടെ നിന്ന് കിട്ടി? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നതാണ് ഏത്? മൈനസ് ബി. വൈ? ബിക്കോസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യൂ. ദാറ്റ് ഈസ് മൈനസ് ബി ഇൻറ്റു പി. ഓക്കെ, ദാറ്റ് ഈസ് ബി പി മൈനസ് ബി പി ബൈ ക്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ക്യൂ? ക്യൂ മീൻസ് എ മൈനസ് ബി ഇൻറ്റു പി. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ സ്മോൾ ലെറ്ററുമാണ്. ബോത്ത് ആർ സെയിം. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. സോ വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു പി. So we can rewrite this equation, that is elasticity of demand is equal to minus bp by q എന്നുള്ളത് നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? That is ED is equal to minus bp by q ന് പകരമായിട്ട് a minus b into p എന്ന് എഴുതാം. a minus b into p, and this is the final equation that is used to calculate the elasticity of demand on a linear demand curve. ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷനാണ് ഇത്. ദാറ്റ് ഈസ് ഇ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ബൈ എ മൈനസ് ബി പി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ചില വാല്യൂസ് അസൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റാം. ഈ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ ഇങ്ങനെയായി സങ്കല്പിക്കുക. ക്യൂ ഈസ് ഈക്വൽ ടു 10 മൈനസ് 1 ഇൻറ്റു പി. അങ്ങനെ നമ്മൾ ചില വാല്യൂസ് അസൈൻ ചെയ്തിട്ട് ആ ലീനിയർ ഡിമാൻഡ് കർവിനെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇഫ് ദ വാല്യൂസ് ഓഫ് പ്രൈസ് ആർ 0, 2, 4, 6, 8 and 10. പ്രൈസ് ഈ ലീനിയർ ഡിമാൻഡ് ഇക്വേഷനിൽ പ്രൈസ് 0, 2, 4, 6, 8, 10 ആണെങ്കിൽ നമുക്ക് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ ഡെറൈവ് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്തത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സോ ഒരു ഡിമാൻഡ് ഷെഡ്യൂളിൽ 2 കോളംസ് ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും. പ്രൈസ് എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ, ദാറ്റ് ഈസ് 0, 2, 4, 6, 8, 10, and we have to find out the quantity demanded by substituting various values of price in this equation, that is q is equal to 10 minus 1 into p. ആദ്യം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിയുടെ സ്ഥാനത്ത് 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താകും? 10 മൈനസ് 1 ഇൻറ്റു 0. 1 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. 10ൽ നിന്നും 0 പോയി കഴിഞ്ഞാൽ 10 ആണ്. സോ വെൻ ദ പ്രൈസ് ഈസ് റുപ്പീസ് 0, ദ ഡിമാൻഡ് ഈസ് 10. ഇനി നമുക്ക് പിയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2 ഇടുമ്പോൾ 2 ഇൻറ്റു 1 2, 10 മൈനസ് 2 8. ദെൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 ഇൻറ്റു 4 4, 10 മൈനസ് 4 6. അങ്ങനെ നമുക്ക് 4, 2, ഏറ്റവും അവസാനം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പിയുടെ സ്ഥാനത്ത്. 1 ഇൻറ്റു 10 10, 10 മൈനസ് 10 0. സോ വി ഷുഡ് ഗെറ്റ് വെൻ ദ പ്രൈസ് ഈസ് റുപ്പീസ് 10, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബിക്കം 0. നമുക്കൊരു ഡിമാൻഡ് കർവ് നമുക്ക് വരയ്ക്കാമല്ലോ. ഒരു ഡിമാൻഡ് കർവ് നമുക്ക് വരയ്ക്കാം. ഈ ഡയഗ്രാമിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതായത് പ്രൈസ് 0 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത്, പ്രൈസ് 0 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതേപോലെ പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻ വരയ്ക്കാം. ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്. ദിസ് ഈസ് ദ ലീനിയർ ഡിമാൻഡ് കർവ്. ക്ലിയർ? നൗ ഈ ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്? വാട്ട് മേ ബി ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്? അതാണല്ലോ നമ്മുടെ പഠന വിഷയം. അതിലേക്ക് നമുക്ക് പോകാം. സപ്പോസ്
പ്രൈസ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് സങ്കല്പിക്കുക. പ്രൈസ് 0 ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്സ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് ദ പ്രൈസ് ഈസ് 0, വാട്ട് വിൽ ബി ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിരുന്നു. ആ ഇക്വേഷൻ നമ്മൾ ഓർക്കുക. വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ബൈ എ മൈനസ് ബി ഇൻറ്റു പി. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ബൈ എ മൈനസ് ബി പി. ഓക്കെ, ഇവിടെ ബി ദാറ്റ് ഈസ് സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് തന്നിരിക്കുന്നത്? 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ 1 ഇൻറ്റു പ്രൈസ്, ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്നാണ് പറയുന്നത്? 0 ആയിരിക്കുമ്പോഴുള്ള ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വെൻ ദ പ്രൈസ് ഈസ് 0, 1 ഇൻറ്റു 0. A ഈസ് ഗിവൺ ആസ് 10 മൈനസ് ബി എത്രയാണ്? 1 ഇൻറ്റു പി എത്രയാണ്? 0, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. 1 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. 10ൽ നിന്നും 0 പോയാൽ 10 ആണ്. 0/10 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 0 ആയിരിക്കും. ആ 0 ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് കർവിൻ്റെ ഏത് ഭാഗത്തായിരിക്കും എന്നുള്ളത് പറയാമല്ലോ. ഈ ഡിമാൻഡ് കർവിൻ്റെ ഏത് ഭാഗത്തായിരിക്കും 0 ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുക? തീർച്ചയായിട്ടും ഈ പോയിന്റിലായിരിക്കും. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ പോയിന്റ് ഇൻ വിച്ച് ദ ഡിമാൻഡ് കർവ് ടച്ചസ് ദി എക്സ് ആക്സിസ്. അല്ലേ, ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. ആ പോയിന്റിലായിരിക്കും ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇ ഡി ഈസ് ഈക്വൽ ടു 0. അറ്റ് വിച്ച് പ്രൈസ്? അറ്റ് ദ പ്രൈസ് rupees 0. Okay, let us see what is the elasticity of demand when the price is maximum, that is 10. അല്ലേ, പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനും ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ബി എന്ന് പറയുന്നത് 1 ഇൻറ്റു പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 10 ആണ്, മൈനസ് ബി 1 ആണ്, പ്രൈസ് 10 ആണ്. സോ 1 ഇൻറ്റു 10 ബൈ 10 മൈനസ് 1 ഇൻറ്റു 10 എന്ന് നമുക്ക് കിട്ടുന്നു. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 10 ആണ്. ആ 10 ഈ 10ൽ നിന്ന് പോയി കഴിഞ്ഞാൽ 10 മൈനസ് 10 ദാറ്റ് ഈസ് 0. സോ 10/0 എന്ന് കിട്ടുന്നു. 10/0 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ആയിരിക്കും, ഇൻഫിനിറ്റ്. സോ 10/0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അത് ഏത് പോയിന്റിലായിരിക്കും? ഈ ഡിമാൻഡ് കർവിൻ്റെ, സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഏത് പോയിന്റിലായിരിക്കും അത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഏത് പോയിന്റിലായിരിക്കും? That is the demand curve touches the y-axis, that is this point. ആ പോയിന്റിലാണല്ലോ പ്രൈസ് 10 എന്ന് നമ്മൾ പറഞ്ഞത്. So when the price is 10, what will be the elasticity on a linear demand curve? That is ED is equal to infinite. ED is equal to infinite. Clear? അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2 പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചു. അറ്റ് ദ പോയിന്റ് ഇൻ വിച്ച് ദ ഡിമാൻഡ് കർവ് ടച്ചസ് ദ എക്സ് ആക്സിസ് വേർ ദ പ്രൈസ് ഈസ് 0. പ്രൈസ് 0 ആയിരിക്കുന്ന അവസ്ഥയിൽ, അഥവാ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ സെക്കൻഡ്, അറ്റ് ദ പ്രൈസ് ഓഫ് ₹10, ദറ്റ് ഇസ് ദ മാക്സിമം പ്രൈസ്. അല്ലേ, ആ പോയിന്റ് പ്രത്യേകത എന്താണ്? ദ ഡിമാൻഡ് കർവ് ടച്ചിങ് വിച്ച് ആക്സിസ്? ദ വൈ ആക്സിസ്. ഡിമാൻഡ് കർവ് വൈ ആക്സിസിനുമായിട്ട് കൂട്ടിമുട്ടുന്ന ആ ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി എപ്പോഴും എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. നമുക്ക് എക്സ്ട്രീം കേസുകൾ ഇപ്പം നമ്മൾ 2 എടുത്തു. അറ്റ് ദ പ്രൈസ് ഓഫ് ₹0 ആൻഡ് അറ്റ് ദ പ്രൈസ് ഓഫ്
10. Suppose ആ പ്രൈസ് നേരെ പകുതി ആയിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് 5 ആയിരിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. When the price is ₹5, what will be the elasticity of demand എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 5 ആയിരിക്കുമ്പോൾ, which is equal to minus 1 into 5, that is P is 5 here, then 10 minus 1 into 5. ശരിയല്ലേ? 1 into 5 means 5. 10 minus 1 into 5 means 5. 1 into 5, 10 minus 1 into 5. 1 into 5, 5. 10ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 5. That is 5 by 5. 5 by 5 is equal to 1. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും 1 ആയിരിക്കും. എപ്പോൾ? പ്രൈസ് 5 ആയിരിക്കുമ്പോൾ. ഇവിടെ പ്രൈസ് 5 ആകുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് ഈ പോയിന്റിലാണ്. ഈ പോയിന്റ്, ദാറ്റ് ഈസ് ഈ ഡിമാൻഡ് കർവിൻ്റെ ഈ പോയിന്റിലാണ് പ്രൈസ് 5 ആയിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് പോയിന്റ് ഓൺ ദ ഡിമാൻഡ് കർവ്? ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. കറക്റ്റ്? ആ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റ് എന്നാണ് നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലീനിയർ ഡിമാൻഡ് കർവ്, വാട്ട് വിൽ ബി ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബിക്കം 1. ഓക്കെ? അപ്പോൾ 3 ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്, 3 തരം ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൽ അഥവാ ലീനിയർ ഡിമാൻഡ് കർവിൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ 3 പോയിന്റുകളിലെ ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് മീൻസ് at midpoint what will be the elasticity? At the point in which the demand curve touches the x-axis, what will be the elasticity? At the point in which the demand curve touches the y-axis, what will be the elasticity? ഇത് മൂന്നുമാണ് പഠിച്ചത്. ഇനി നമുക്ക് 2 ഏരിയാസ് കൂടി അവശേഷിക്കുന്നു. 2 ഏരിയാസ്. ദാറ്റ് മീൻസ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇത്രയും ഏരിയ, അതേപോലെ മിഡ് പോയിന്റിന് മുകളിലുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇത്രയും ഏരിയ. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഏരിയ ബിറ്റ്വീൻ ദ മിഡ് പോയിന്റ് ആൻഡ് ദ പോയിന്റ് ഇൻ വിച്ച് ദ ഡിമാൻഡ് കർവ് ടച്ചസ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. റൈറ്റ്? അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് മിഡ് പോയിന്റിൻ്റെയും ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഈ മുഴുവൻ ഏരിയയിലെയും ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിന് താഴെ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ പ്രൈസ് 5 ആണ്. അപ്പോൾ ഇതിന് താഴെ വരുമ്പോൾ പ്രൈസ് 5-നേക്കാൾ താഴെ വരും എന്നർത്ഥം, അല്ലേ? അപ്പോൾ 5-നേക്കാൾ താഴെയുള്ള ഏതൊരു പ്രൈസും നമ്മൾ എടുത്താൽ അത് നമുക്ക് തെളിയിക്കാൻ കഴിയും. 4ഓ 3ഓ 2ഓ 1ഓ എടുത്താൽ മതിയായോ? ഓക്കെ? സപ്പോസ് നമ്മൾ പ്രൈസ് 2 എന്നെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. If the price is 2, what will be the elasticity of demand എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ -1 into 2 by 10 minus 1 into 2, which is equal to 1 into 2, 2, 10 minus 1 into 2, അല്ലേ? 10ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ 8 ആണ്, which is 2 by 8. 2 by 8 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1. ഇപ്പോൾ നമുക്ക് 2 എടുത്താലും, സപ്പോസ് ഇവിടെ നമ്മൾ 1 ആണ് പ്രൈസ് 1 ആണ് എടുത്തതെന്ന് സങ്കല്പിക്കുക. 1 by 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. ഇനി ഇവിടെ 4 ആണ് പ്രൈസ് എടുത്തത് സങ്കല്പിക്കുക. 4 by 8 എന്ന് കിട്ടും. അപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 തന്നെയായിരിക്കും റിസൾട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏരിയ ബിറ്റ്വീൻ the midpoint and the point in which the demand curve touches the x-axis, the elasticity of demand will always less than 1. Less than 1. ഇനി നമുക്ക് ഒരു ഏരിയ കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് the area between the midpoint and the point in which the demand curve touches the y-axis, അല്ലേ? ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിന്റിനും ഡിമാൻഡ് കർവ് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനും ഇടയ്ക്ക്
ഉള്ള ഡിമാൻഡ് കർവിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി എത്രത്തോളമായിരിക്കും എന്നുള്ളതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും അറിയാം മിഡ് പോയിന്റിൽ പ്രൈസ് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുകളിലുള്ള ഏതൊരു സ്ഥലത്തും 5-നേക്കാൾ കൂടിയ വിലയായിരിക്കും. 6 ആകാം, 7 ആകാം, 8 ആകാം, 9 ആകാം, എന്തുമാകാം അല്ലേ. അപ്പോൾ സപ്പോസ് ലാസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇഫ് ദ പ്രൈസ് ഈസ് ₹8 വാട്ട് വിൽ ബി ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലേ. വില 8 രൂപ ആയിരുന്നാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. 1 into 8 by 10 minus 1 into 8 which is equal to 1 into 8 is 8, 10 minus 8 is equal to 2. So 8 by 2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് നമുക്കറിയാം. that is greater than 1. അപ്പോൾ ഇവിടെ the same result, that means the elasticity is greater than 1 we should get when we take a price above 5. അപ്പോൾ 5-ന് മുകളിലുള്ള ഏതൊരു പ്രൈസ് നമ്മൾ എടുത്താലും ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. സോ ദ ഇലാസ്റ്റിസിറ്റി അറ്റ് ദ റേഞ്ച് ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം ദ മിഡ് പോയിന്റ് to the point in which the demand curve touches the y-axis is greater than 1. That is, elasticity is greater than 1. So here the elasticity is greater than 1. Here the elasticity is less than 1. ഇതാണ് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെ അളക്കാം എന്നുള്ളതിൻ്റെ വിശകലനം. On a linear demand curve, what will be the elasticities of demand? There are 5 types of elasticities that we can visualize on a straight line demand curve, on a linear demand curve. And which are they? The elasticity of demand will be equal to 1 at where? At the midpoint of the demand curve. The elasticity of demand will become 0 at which point? At the point in which the demand curve touches the horizontal axis. The elasticity of demand will become infinite where? At the point in which the demand curve touches the y-axis. അതാണ് 3 ഇലാസ്റ്റിസിറ്റീസ്. ക്ലിയർ? അടുത്ത രണ്ടും ശ്രദ്ധിക്കുക. അതൊരു റേഞ്ചിലാണ്, ഒരു പ്രത്യേക ഏരിയ മുഴുവൻ ആ ഇലാസ്റ്റിസിറ്റി തന്നെയായിരിക്കും. ഏത് ഏരിയയാണ്? Between the midpoint and the point in which the demand curve touches the x-axis. അല്ലേ? മിഡ് പോയിന്റിനും ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനും ഇടയ്ക്ക് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സിമിലർലി between the points of midpoint and the point in which the demand curve touches the y-axis, what would be the elasticity of demand? The elasticity of demand will always greater than 1. So this is the measurement of elasticity of demand on a straight line demand curve or a linear demand curve. ഇതോടുകൂടി 2 മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? One is called the percentage method. That is the percentage change in demand divided by the percentage change in price. That is delta Q by delta P into P by Q. The second method is the measurement of elasticity on a straight line demand curve or a linear demand curve. And what is the equation for that? That is ED is equal to minus BP by A minus BP. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണല്ലോ. മൈനസ് ആയിരിക്കും. Why? The value of the elasticity will become always minus because of the inverse relationship between the price and demand. അല്ലേ? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള വിപരീത ബന്ധമാണുള്ളത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള വിപരീത ബന്ധം മൂലമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും എന്താകുന്നത്? ഒരു മൈനസ് വാല്യൂയിലാകുന്നത്. അതുകൊണ്ട് മൈനസ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും മൈനസ് തന്നെ ആയിരിക്കും.
ക്ലിയർ? ഇതോടുകൂടി ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.